ജിത്തു ജോസഫ് പ്രൊഡ്യൂസ് ചെയ്ത ദൃഢം സിനിമ കണ്ടു വന്നിരിക്കുന്ന ഷൈൻ നിഗം നായകനായിട്ടുള്ള ദൃഢം കിടിലൻ കേട്ടോ. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ സസ്പെൻസ്, ഒരു ദൃശ്യം ലെവൽ സസ്പെൻസ് എന്ന് നമ്മൾ പറയല്ലേ, അതുപോലത്തെ ഒരു കിടിലൻ സസ്പെൻസാണ് പടത്തിന് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ ഒരു ആക്ഷൻ രംഗവും ആ സസ്പെൻസോട് കൂടി ഒരു ആക്ഷൻ രംഗവും കിടിലായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ട്. ഷൈൻ നിഗത്തിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം കേട്ടോ. കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ഈ സിനിമയിൽ പറയാം. ജിത്തു ജോസഫാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, മാർട്ടിൻ ജോസഫാണ് ഡയറക്ടർ. ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന മാർട്ടിൻ ജോസഫാണ് ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു പോലീസ് സ്റ്റോറി. ഒരു നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി നാളുകളായിട്ട് 6-7 മാസമായിട്ട് SI പോസ്റ്റ് ഇല്ല. അവിടെ ഒരു പുതിയൊരു പോലീസ് ഓഫീസർ SI ആയിട്ട് ചാർജ് എടുക്കുന്നു. തുടർന്ന് ഈ SI പോസ്റ്റ് ആയതോടെ അവിടെ തെരുതെരു ക്രൈമുകൾ നടക്കുന്നു. ഒരു ബാങ്ക് റോബറി നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷിക്കുന്നു. അതാണ് കഥയുടെ ഒരു ഇതിവൃത്തം. പക്ഷേ ഒരിക്കലും ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്നും പുറത്ത് വിട്ടേക്കരുത്. അതുപോലത്തെയാണ് ഇതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് രംഗം. ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ട്വിസ്റ്റാണ് അതിനകത്ത് ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. ഒരു കുറ്റമൊന്നും പറയാനുണ്ട്. അതുപോലെ നമുക്ക് ചെറിയൊരു ലാഗ് എപ്പോഴും തോന്നുന്നു. ഒരു പോലീസ് ഓഫീസറായിട്ട് ഷൈൻ്റെയൊക്കെ ഒരു പക്വതയില്ലായ്മ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു തോന്നിയാലും പക്ഷേ ആ തോന്നലെല്ലാം ക്ലൈമാക്സോടുകൂടി പുള്ളി തീർത്തുകയാണ്. കിടിലാണ് കേട്ടോ. സസ്പെൻസ് ത്രില്ലർ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് പോയി കണ്ടു. വേറെ ലെവൽ സിനിമ. അവസാനത്തെ സസ്പെൻസ് ഒരിക്കലും പുറത്ത് വിടുകയും ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് കാണേണ്ട ഒരു സിനിമ കേട്ടോ. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിടിലിനായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടും ക്യാമറ വർക്കൊക്കെ ഉഗ്രനായിട്ടുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. ദൃഢം കിടിലം പടം. ഓക്കെ.